വയനാട്ടിലിത് കാപ്പിയുടെ വിളവെടുപ്പ് കാലമാണ്. ഇപ്പോൾ ഈ കടുവ സാന്നിധ്യമുള്ള വാഗേരി നല്ല രീതിയിൽ കാപ്പി കൃഷി നടക്കുന്ന ഒരുപാട് തോട്ടങ്ങളുള്ള ഒരു മേഖലയാണ്. ഈ കടുവാപ്പേടി കാരണം വിളവെടുക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ് കർഷകർ. വാഗേരിയിലെ കർഷകരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇതിപ്പോൾ പണിക്കാരെ തോട്ടത്തിൽ വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണോ? പണിക്കാരെ തോട്ടത്തിൽ വിടാൻ പറ്റൂല, പണിക്കാർ വരുകയില്ല, പേടിച്ചിട്ട് ഭയം കൊണ്ട് അവർ വരികയില്ല. അപ്പോൾ ഈ സമയത്ത് ഇത് പറിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഉണങ്ങി പൊഴിഞ്ഞു പോകും. പണിക്കാരെന്നല്ല, നമുക്ക് തന്നെ പോയി പറിക്കാനോ നമുക്ക് തോട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള പേടിയാണ്. ഇപ്പോൾ കാപ്പിക്കുരുവിന് അത്യാവശ്യം വില കഴിഞ്ഞ കൊല്ലം മുതൽ കിട്ടുന്നുണ്ട് അല്ലേ? ഇവിടെയാണെങ്കിൽ നല്ല രീതിയിലുള്ള തോട്ടങ്ങളുമാണ്, നല്ലോണം നോക്കുന്ന തോട്ടങ്ങളാണെന്ന് തോന്നില്ല. അപ്പോൾ ഇതൊരു ഈ സമയത്ത് ഇങ്ങനെ വന്നതൊരു ബുദ്ധിമുട്ട്. ഈ സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് ഭയങ്കരമായിട്ട് ബാധിച്ചു. അങ്ങനെ വെച്ചാൽ ഒരു കാരണവശാലും ആളുകളെ ഇനി കിട്ടിയല്ല. ഇപ്പോൾ സ്വന്തം പറിക്കാന്ന് കുറച്ചൊക്കെ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചാൽ തന്നെ ഇപ്പോൾ പറമ്പിലേക്ക് പോകാൻ പേടിയാണ്. കാപ്പി എത്ര സ്ഥലത്ത് കൃഷിയുണ്ട്? എനിക്കിത് 1.5 ഏക്കർ സ്ഥലത്ത് കാപ്പിയാണ്. ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? കാപ്പി തന്നെയല്ലേ പ്രധാന വിളവാകരി? കാപ്പി തന്നെ പ്രധാനമായിട്ടും. പുറത്തു നിന്നൊക്കെയുള്ളവരുടെ കാപ്പിത്തോട്ടങ്ങളും ഇവിടെ ഉണ്ട്. അത് തൊഴിലാളികൾ നേരിട്ടൊക്കെ തന്നെയാണ് നോക്കുന്നത്. അവർക്കും കാപ്പി വിളവെടുക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ കാപ്പി പറിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയാണോ? എന്താ സ്ഥിതി? ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞങ്ങൾ ഈ കാപ്പി പറിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ കൂട് കൊണ്ട് വെച്ചേക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ 2-3 ദിവസമായി പണിയെടുത്തിട്ട് ഇത് കടുവയുടെ ഈ ശല്യം കാരണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് പോകുന്നില്ല. ഇപ്പം എന്താ സ്ഥിതി? ധൈര്യത്തിൽ പോകാൻ പറ്റുമോ തോട്ടത്തിൽ? പോകാൻ പറ്റുന്നില്ല. അപ്പോൾ പണി മുടങ്ങിയോ? പണി മുടങ്ങി. ഇതാണ് നിലവിൽ വാഗേരിയിലെ കർഷകരുടെയും തൊഴിലാളികളുടെയും ഒക്കെ അവസ്ഥ. കാപ്പി പഴുത്ത് നിൽക്കുകയാണ്. പക്ഷേ വിളവെടുക്കാൻ പോകണമെങ്കിൽ തോട്ടത്തിലേക്ക് കയറാൻ ഭയമാണ് എല്ലാവർക്കും. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.